ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി സജി കുറ്റം സമ്മതിച്ചു. അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സജി പോലീസിന് മൊഴി നൽകി. കൊല്ലപ്പെട്ട മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ വീടിന് സമീപത്ത് നിന്നാണ് രാവിലെ പോലീസ് പിടികൂടിയത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കാണാതായ മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. ജോയ് മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടിനെ നടുക്കിയ നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കൃത്യം നടന്ന വീടിന്റെ പുറകുവശത്ത് നിന്നുള്ള പറമ്പിൽ നിന്ന് പ്രതി സജി പിടിയിലാകുന്നത്. ഇയാളെ 2 ദിവസമായി പോലീസും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. എന്നാൽ ഇന്ന് 12 മണിയോടുകൂടി ഇയാൾ മലയിറങ്ങി ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് എത്തുകയും ഇതിന് സമീപത്തേക്കുള്ള കടകളിലേക്ക് എത്തുകയും ആ കടയിലുള്ള ആളുകളാണ് പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയും ഇയാളെ പോലീസ് സംഘമെത്തി അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിൽ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതായത് സ്വന്തം അമ്മയും അതുപോലെ തന്നെ മൂത്ത സഹോദരനെയും താൻ കൊന്നു കുഴിച്ചു മൂടി എന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് ഇയാളെ ഈ പ്രതിയുമായി ഇവിടെ വന്ന് തെളിവെടുപ്പും നടത്തി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ്, അതായത് ഈ ഭാഗത്തായിട്ടാണ് ഈ മൃതശരീരങ്ങൾ രണ്ടും മറവ് ചെയ്തത്. അതായത് നമുക്ക് കാണാം ഈ ഭാഗത്ത് കുഴിച്ചിട്ടതിന് ശേഷം ഇതിന് മുകളിൽ ഏലം, അതായത് ഏലത്തൈകളും ഈ പ്രതി നട്ടുപിടിപ്പിച്ചിരുന്നു. അതായത് ഈ ഏലം വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കൊലപാതകം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ മൃതശരീരങ്ങൾ കണ്ടുപിടിക്കുകയോ പോലീസിന് സാധിക്കില്ല എന്നൊരു കണക്കൂട്ടിൽ തന്നെയായിരുന്നു പ്രതി ഈ കൃത്യം ചെയ്തത്. അതുപോലെ തന്നെ ഈ ഏലത്തിന് പുറമെ തന്നെയായാലും ഈ കാണുന്ന പട്ടിക്കൂടും, അതായത് ഈ വീട്ടിൽ പട്ടിയില്ലായിരുന്നു, ഈ പട്ടിക്കൂടിൻ്റെ സ്ഥാനവും ഇവിടെയല്ലായിരുന്നു. പക്ഷേ ഈ മൃതദേഹം മറവ് ചെയ്തത് മറയ്ക്കാൻ വേണ്ടിയാണ് ഈ പട്ടിക്കൂട് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് പ്രതിയിലേക്ക് എത്തുന്നു. പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഈ ചുരുളഴിയുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു വസ്തുതർക്കം, അതായത് ഈ ഭൂമി വീതം വെക്കുന്നത് തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ പ്രതിയായ സജിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കുടുംബം എതിർപ്പ് നിന്നിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളോടൊക്കെ കാരണം ഈ പ്രതിക്ക് ഈ കുടുംബത്തോട് അല്ലെങ്കിൽ സഹോദരനോട് വൈരാഗ്യമുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട റെജി, ഈ സജി തൻ്റെ പിതാവിൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് നിരന്തരം ഇയാളെ പീഡിപ്പിക്കുമായിരുന്നു. ഇത്തരത്തിലുണ്ടായ കാര്യങ്ങളോടൊക്കെ ഉണ്ടായ ഒരു വാശി അല്ലെങ്കിൽ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും കൃത്യം നടന്നു, പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നാളെയും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ കൂടുതലായ ചോദ്യം ചെയ്യലിലൂടെയും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയൊക്കെ കൃത്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇവരുടെ പിതാവായ മാത്യുവിൻ്റെ തിരോധാനമാണ്. ആ കേസിലും സജിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും അതിലും തുടരന്വേഷണം കാര്യമായി നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനം. എന്തായാലും നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നെടുങ്കണ്ടം.